SSCG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് സോഷ്യൽ സയൻസിൻ്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കേട്ടിട്ട് കാറ്റഗറി 2 and 3 ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റായി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ആദ്യ ചോദ്യം, which of the following is not a characteristics of a democratic system? ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. റൂൾ ഓഫ് ലോ, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് റൂൾ ഓഫ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? നിയമവാഴ്ച. നമുക്കറിയാം അത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫീച്ചറാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, സത്യസന്ധമായിട്ടുള്ള ഇലക്ഷന് എന്താണ്? അതും ജനാധിപത്യ വ്യവസ്ഥയുടെ സവിശേഷതയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫീച്ചറാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ജനാധിപത്യ വ്യവസ്ഥയുടെ സവിശേഷതയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റിവർ വാലി വേർ ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്. ചൈനീസ് സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ അത് ഫ്ലറിഷ് ചെയ്തിട്ടുള്ള റിവർ വാലി ഏതാണ്? ഏത് നദീതീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്ത് വന്നത്? നൈൽ, യൂഫ്രട്ടീസ്, ഹൊയാങ് ഹോ, ടൈഗ്രിസ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി, ഹൊയാങ് ഹോ റിവർ ആണ്. ഹൊയാങ് ഹോ റിവർ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്. അതിനെ യെല്ലോ റിവർ എന്നും പറയാറുണ്ട്. ആ പേരൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ള നൈൽ ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നദിയാണ് നൈൽ നദി. അതുപോലെ യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രിസ് വരുന്നത് നമുക്കറിയാം മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് ഇത്, ഈ ഒരു യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രിസ്. അപ്പോൾ അതുപോലെ മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, സിന്ധു നദീതട സംസ്കാരം, ഇതെല്ലാം നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന നദി വാലി അല്ലെങ്കിൽ റിവർ വാലി സിവിലൈസേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഹൊയാങ് ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തത്. അതുപോലെ യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രിസിൻ്റെ തീരത്താണ് മെസപ്പൊട്ടോമിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സിഗുറാത്തുകൾ ചോദിക്കാറുണ്ട്. സിഗുറാത്ത് ടെമ്പിൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിട്ടുള്ള ടെമ്പിൾ സ്ട്രക്ചേഴ്സിനെയാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റികൾ ചോദിക്കാറുണ്ട്. ഉറൂക്ക് എന്നൊക്കെ പറയുന്ന മാരി, ഇതെല്ലാം മെസപ്പൊട്ടോമിയൻ സിറ്റീസാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ സിറ്റി തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ മെസപ്പൊട്ടോമിയയുടെ ലിപി ക്യൂണിഫോം ലിപിയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ലിപി വരുന്നത് ഹെറോഗ്ലിഫിക്സ് ആണ്. അതിൻ്റെ ഡെസിഫർമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് റോസെറ്റ സ്റ്റോൺ ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഹെറോഗ്ലിഫിക്സ്, റോസെറ്റ സ്റ്റോണ്. ഓക്കെ. അതുപോലെ ഈ ഒരു റോസെറ്റ സ്റ്റോൺ ഡെസിഫർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഹെയറോഗ്ലിഫിക്സ് ഡെസിഫർ ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള വ്യക്തി ചാമ്പോലിയൻ ആണ്. അപ്പോൾ ആ ഒരു പേരും കൂടെ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഇൻഡസ് വാലിയുടെ സ്ക്രിപ്റ്റ് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷേ അത് അൺഡെസിഫേർഡ് ആണ്, ഇന്നേ വരെ വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇൻഡസ് വാലിയുടെ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതുന്നത്. ദ്രവീഡിയൻ സ്ക്രിപ്റ്റുമായിട്ട് ഏകദേശം സാമ്യം വരുന്ന സ്ക്രിപ്റ്റാണ് ഇൻഡസ് സ്ക്രിപ്റ്റ്. നെക്സ്റ്റ്, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പൊതുവെ അനുഭവപ്പെടുന്നത്. ദ ഇക്വറ്റോറിയൽ റീജിയൻസ് ജനറലി എക്സ്പീരിയൻസ് ഓറോഗ്രാഫിക് റെയിൻ, പർവ്വതമഴ. ഓപ്ഷൻ ബി, കൺവെക്ഷണൽ റെയിൻ, സംവഹന മഴ. ഓപ്ഷൻ സി, ബോർഡർ റെയിൻ. ഓപ്ഷൻ ഡി, ഫ്രണ്ടൽ റെയിൻ, വാതമുഖ മഴ.
അപ്പോൾ ഏതാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ ഇക്വിറ്റോറിയൽ റീജിയനിൽ പ്രധാനമായിട്ടും അനുഭവപ്പെടുന്ന മഴ ഏതാണ്? ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. കൺവെക്ഷണൽ റെയിൻ ആണ്, അഥവാ സംവഹന മഴയാണ്. കൺവെക്ഷൻ, അഡ്വെക്ഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ ഇവിടെ വരുന്നത് കൺവെക്ഷണൽ റെയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ കേട്ടിട്ട് സോഷ്യൽ സയൻസിന് PDF ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ച് ഒരു 2 ഡേയ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് ചെറിയൊരു എമൗണ്ടിനാണ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സിലബസിലെ പ്രധാന ടോപ്പിക്കിൻ്റെ നോട്ട്സും വിത്ത് CRT PDF, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ, ആൻസർ കീയും വിത്ത് സൈക്കോളജി നോട്ട്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസർ കീസൊക്കെ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 2 ദിവസത്തിനുള്ളിൽ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പർവ്വതമഴ എന്താണ്, സംവഹന മഴ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് പറയുമ്പം 0 ഡിഗ്രി മുതൽ ആ ഒരു 5 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മറ്റ് പല പേരുകളും പറയാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഹോസ് ലാറ്റിറ്റ്യൂഡ് എന്താണ്, മാനകരേഖാംശം എന്താണ്, അതെല്ലാം നോക്കി പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം. ദ ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ജസ്റ്റ് ടു ദ സൗത്ത് ഓഫ് നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻ. പെനിൻസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ പ്ലെയിൻസ്, ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, ഥാർ ഡെസേർട്ട്. ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, സിന്ധു ഗംഗാ സമതലം, ഥാർ മരുഭൂമി. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? സിന്ധു ഗംഗാ സമതലമാണ്. സിന്ധു ഗംഗാ സമതലമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സിന്ധു ഗംഗാ സമതലം അഥവാ നമ്മൾ നോർത്തേൺ പ്ലെയിൻസ്, ഉത്തര മഹാസമതലം എന്ന് പറയും. ഓക്കെ, ഉത്തര മഹാസമതലം. ഇനി ഉത്തര മഹാസമതലത്തിനും തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? അതാണ് പെനിൻസുലാർ പ്ലേറ്റോ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി. 2 കോസ്റ്റൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കോസ്റ്റൽ പ്ലെയിൻസ്. ഓക്കെ, ഈസ്റ്റേൺ കോസ്റ്റ് ഏതാണ്, വെസ്റ്റ് കോസ്റ്റ് ഏതാണ് എന്നുള്ളത് പ്രത്യേകം എന്താണ്, കോറമണ്ടലാണോ അല്ലെങ്കിൽ മറ്റേതാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവേണ്ടതുണ്ട്. അങ്ങനെയും ചോദ്യം വരാറുണ്ട്, നമുക്കപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ കൊങ്കൺ കോസ്റ്റും കോറമണ്ടൽ കോസ്റ്റും ഏതാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ഏത് റീജിയനിലാണെന്നുള്ളത്. ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തുള്ളതാണ് കൊങ്കൺ കോസ്റ്റ്, ഈസ്റ്റ് ഭാഗത്തുള്ള കോസ്റ്റാണ് കോറമണ്ടൽ കോസ്റ്റ്. കോറമണ്ടൽ എന്ന് പറയുമ്പം ഒറീസയുടെ തീരങ്ങളൊക്കെ വരുന്നത് കോറമണ്ടൽ കോസ്റ്റിലാണ്. ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു കോസ്റ്റൽ റീജിയനെയാണ് നമ്മൾ കോറമണ്ടൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്, തമിഴ്നാട് തീരമൊക്കെ വരുന്നത്. അതേസമയം കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കേരള, കർണാടക, അതുപോലെ ഗോവ, മുംബൈ റീജിയൻസൊക്കെ വരുന്നത്, മഹാരാഷ്ട്ര റീജിയൻസൊക്കെ വരുന്നത് എവിടെയാണ്? അത് കൊങ്കൺ കോസ്റ്റിലാണ് എന്നുള്ളത് കൂടെ നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് ഹർഗ്രീവ്സ്, ജോൺ കെ, ജെയിംസ് വാട്ട്, ജോഹന്നാസ് ഗുട്ടൻബർഗ്. ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്, ഹൂ ഇൻവെൻറ്റഡ് ദ സ്പിന്നിങ് ജെന്നി? ജെയിംസ് ഹർഗ്രീവ്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ജെയിംസ് ഹർഗ്രീവ്സ് ആണ്. അതേസമയം ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചതാണ് ജോൺ കെ. ജോൺ കെ കണ്ടുപിടിച്ചത് ഫ്ലൈയിങ് ഷട്ടിലാണ്. ജോഹന്നാസ് ഗുട്ടൻബർഗ് വരുന്നത് പ്രിൻറ്റിംഗ് പ്രസ്സാണ്. പ്രത്യേകം നോട്ട് ചെയ്യണം, ഇവിടുന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഓക്കെ, പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ്. ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചത് എന്താണ്? ആവിയന്ത്രം. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, അശോകൻ ഉൾപ്പെടുന്ന രാജവംശം ശാകന്മാർ, മൗര്യന്മാർ, ഗുപ്തന്മാർ, ചോളന്മാർ ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൗര്യന്മാർ എന്നുള്ളതാണ്. മറ്റ് മൗര്യ റൂളേഴ്സ് ആരൊക്കെയാണ്? ചന്ദ്രഗുപ്ത മൗര്യന്, ബിന്ദുസാരൻ ആൻഡ് അശോകയാണ് പ്രധാനപ്പെട്ട ഈ ഒരു മൗര്യൻ എംപയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റൂളേഴ്സ്. ശാകന്മാർ വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട റൂളറായിട്ട് വരുന്നത് ആരാണ്? രുദ്രദാമൻ ഫസ്റ്റാണ്. രുദ്രദാമൻ ഫസ്റ്റാണ് ശാക റൂളറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ.
ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ചോദിച്ചാൽ രുദ്രദാമനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്